ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീട്ടിലെ എൻ്റെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് തന്നെ കൂണ് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വരണ വഴി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പറമ്പിൽ നിന്ന് നമുക്ക് കുറച്ച് കൂണ് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. സാധാരണ നമ്മളിവിടെ വരണേക്കാൾ മുന്നേ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് കൂണ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ, ഇടിമഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കൂണുകൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെയിം സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു 3 പ്രാവശ്യത്തോളം കൂണ് കിട്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കണ്ടപ്പോൾ. നമ്മളങ്ങനെ നമ്മളുടെ പഴയ സ്ഥലത്തൊന്നും ഇങ്ങനെയൊന്നും കൂണുകളൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതിൽ മുട്ടുകളും ഉണ്ട്, അതുപോലെ വിരിഞ്ഞ കൂണുകളും ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഫ്രഷാണ്. ഇന്ന് രാവിലെ തന്നെ വിരിഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നണേ കണ്ടിട്ട്. കാരണം മുട്ടുകളൊന്നും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തിട്ട് ഒരു കവറിലാക്കി വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് തോരൻ വെക്കാനാണ്. തോരൻ വെക്കാം, നമുക്ക് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ വറുത്തരച്ചിട്ടൊക്കെ കറി വെക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ അധികം ഉള്ളത് കൊണ്ടിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ കൂണുകൾ എപ്പോഴും നന്നായിട്ട് കഴുകി മഞ്ഞൾ വെള്ളത്തിൽ വിനിഗറൊക്കെ ഇട്ടിട്ട് കഴുകി ഒക്കെ ആണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കറിയില്ലല്ലോ, എല്ലാ ടൈപ്പ് കൂണുകളും നമുക്ക് ഭക്ഷ്യയോഗ്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് കൂണുകളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവർ മാത്രം ഇതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ വിനിഗറൊക്കെ ഇട്ടിട്ട് കൂണുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല കൂണുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് വേറെ കുറച്ച് മെത്തേഡുകളൊക്കെ കൂടി ഉണ്ട്. ഇങ്ങനെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിടുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവും, അതൊരു കാര്യം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നല്ല കൂണുകൾക്ക് നല്ല സ്മെല്ലായിരിക്കും, നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ നല്ല കൂണുകൾക്ക്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നല്ല കൂണുകളെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ കൂണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു തൊലി പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വിരിഞ്ഞ കൂണുകളൊക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുക മുട്ടായിട്ടുള്ള കൂണുകളാണ്. അത് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ ഞാനങ്ങനെ ഓരോന്നും തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ നമ്മളിട്ട് മഞ്ഞൾ വെള്ളമില്ലേ, അത് റെഡിയാക്കിയ മഞ്ഞൾ വെള്ളത്തിലേക്കാണ് നമ്മൾ കൂണുകളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കത്തി വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ തൊലിയെടുത്ത് കളയാനായിട്ട് പറ്റുമേ. അങ്ങനെ ഞാൻ എല്ലാ കൂണുകളും ഇതുപോലെ ക്ലീൻ ചെയ്യുവാണേ. കൂണുകൾ പലതരത്തിലുണ്ട്. വെള്ളാരം കൂണുണ്ട്, അരിക്കൂണുണ്ട്, പാവക്കൂണുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കൂണുകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂണിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുണ്ടല്ലോ, ഇതെനിക്ക് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ. ഇതൊരു ട്വിൻസ് പോലത്തെ കൂണാണേ. അതായത് രണ്ടും ഒരൊറ്റ ഇതിൽ നിന്ന് വന്നിട്ടുള്ള കൂണാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. ബാക്കിയെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഈ കൂണ് മാത്രം ഇങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു കൂണായിരുന്നേ. അങ്ങനെ ഞാൻ എല്ലാ കൂണുകളും ക്ലീൻ ചെയ്ത് നമ്മുടെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂൺ നന്നാക്കൽ ഇത്തിരി ടാസ്ക്കാണ്. കാരണം ഇതിൻ്റെ ഓരോന്നും നമ്മളിങ്ങനെ എടുത്ത് നോക്കണം. വല്ല പുഴുവോ എന്തെങ്കിലും പ്രാണിയൊക്കെ ഉള്ള ഇതാണെങ്കിൽ അതൊക്കെ നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്തിരി അധികം സമയം എടുക്കും കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നേ. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ ചേച്ചി ഉണ്ടല്ലോ, നമുക്ക് ഒരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നോക്കിയതാണ്. നമ്മുടെ അടപ്രഥമനാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്രഥമൻ. അപ്പോൾ അടപ്രഥമൻ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പഴമുണ്ട്, പിന്നെ ഒരു പൊതിയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നു, തുറന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് പോയതാണ്. അപ്പോൾ ഞാലിപ്പൂവൻ പഴമുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഈ ഒരു പൊതിയുണ്ട്. അപ്പോൾ പൊതി എന്താണെന്ന് ഞാനിങ്ങനെ വലിയ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഇത് വേറൊന്നല്ല, നമ്മുടെ ബോളിയാണ്. നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേക വിഭവം തന്നെയാണല്ലോ ബോളിയും, അതുപോലെ പാൽപ്പായസം,
അതൊക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ബോളിയും അടപ്രഥമനും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അടപ്രഥമൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള പായസം തന്നെയായിരുന്നു. നല്ല ക്രീമി ടെക്സ്ചറായിരുന്നേ. അപ്പോൾ എനിക്ക് ഒരെണ്ണം കഴിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു പ്ലേറ്റിൽ ഒരു ബോളിയും അതുപോലെ അടപ്രഥമനും ഒരു പഴം കൂടി എടുത്തിട്ട് അങ്ങനെ കഴിച്ചിട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മളുടെ കൂണ് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂണൊക്കെ ആയി കിട്ടും. അതിൽ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റാനുള്ള സമയം മാത്രം മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ